നമസ്കാരം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്, ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഉത്രാട നക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രത്തെ പറ്റിയാണ്. അപ്പോൾ ദോഷപരിഹാരത്തെ പറ്റി അറിയാനുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മൂലനക്ഷത്രത്തെക്കുറിച്ചുള്ള വ്യൂവേഴ്സൊക്കെ ഒരു 3K കൂടുതലായി, അതൊക്കെ സന്തോഷം. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ തിരുവോണം നക്ഷത്രക്കാർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം നിങ്ങൾ ദിവസവും രാവിലെ കുളിച്ച് ഒരു 41 തവണ ജപിക്കുക. രാവിലെ കഴിയില്ലെങ്കിൽ മാത്രം വൈകുന്നേരത്തേക്ക് തിരഞ്ഞെടുക്കുക. രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട്, വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാറേക്കും തിരിഞ്ഞിരുന്ന് ചൊല്ലണം. കുലദേവതകളെയും ഗണപതിയെയും ആദ്യം പ്രാർത്ഥിച്ചിട്ട് ചൊല്ലണം. അപ്പോൾ നിങ്ങളിത് ചൊല്ലി വരുന്നത് ഒരുപാട് ഗുണം ചെയ്യും. മഹാവിഷ്ണു പ്രീതി നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. വർഷം തോറും വരുന്ന നിങ്ങളുടെ പക്കപ്പിറന്ന, അതായത് നിങ്ങൾ ജനിച്ച മലയാള മാസത്തിലെ തിരുവോണ നക്ഷത്രത്തിലെ മഹാവൈഷ്ണവ ക്ഷേത്രങ്ങളിലെ ഏതെങ്കിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതൊക്കെ തന്നെയാണ്. വിഷ്ണു പ്രീതി നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. മഹാവിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദിവസവും 41 തവണ ഇത് ചൊല്ലിയതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്. രാവിലെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കുറച്ചെടുത്ത് കാക്കയ്ക്ക് കൊടുക്കുക. ഇനി രാവിലെ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത്, ഏതെങ്കിലും സമയത്ത് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ കാക്കയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. രാവിലെയാണ് കൂടുതൽ നല്ലത്. കഴിയില്ലെങ്കിൽ ഉച്ചയ്ക്കായാലും മതി. അത് നിങ്ങൾ കൊടുത്ത് നന്നായിട്ട് പ്രാർത്ഥനയോടെ കാക്കിക്ക് കൊടുത്ത് വരിക. ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, പൗർണമി ദിവസം, വെളുത്ത വാവ് ദിവസം ദേവീക്ഷേത്രത്തിൽ അഭിഷേകത്തിന് കൊടുക്കുക. അതായത് അഭിഷേകം എന്ന് പറയുമ്പോൾ പാലഭിഷേകത്തിന് വേണം കൊടുക്കാൻ. അപ്പോൾ തലേ ദിവസം പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പൗർണമി ദിവസം പാലഭിഷേകം ദേവീക്ഷേത്രത്തിൽ നടത്തുകയും പൗർണമി ദിവസം പ്രസാദം വാങ്ങി, അന്നത്തെ ദിവസം അഭിഷേകം ചെയ്ത പ്രസാദം വാങ്ങി സേവിക്കുന്നത് വളരെ ഗുണം കിട്ടും. അതുപോലെ തന്നെ അന്നത്തെ ദിവസം, പൗർണമി ദിവസം, ഞാൻ പറഞ്ഞ പോലെ ഈ പാലഭിഷേകമൊക്കെ തലേ ദിവസം പറയേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം പ്രസാദം വാങ്ങാൻ പോകുമ്പോൾ കുറച്ച് വെളുത്ത പൂക്കളും ദേവിക്ക് നൽകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ മഹാവിഷ്ണു പ്രീതി ആണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം. മഹാവിഷ്ണു പ്രീതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഏത് കാര്യവും നടക്കും. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും കിട്ടും.